Hi friends, welcome to D Indian Cuisines. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചോക്ലേറ്റ് ഐസ്ക്രീം ആണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 400 ml കോൾഡ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഇത് വിപ്പ് ചെയ്തെടുക്കുന്നവരെ ഫ്രീസറിൽ വെക്കുക. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ എടുത്തേക്കുന്നത് കുക്കിംഗ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതൊരു 170 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് സ്വീറ്റൻഡ് കുക്കിംഗ് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ കുക്കിംഗ് ചോക്ലേറ്റ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല, മിൽക്ക് ചോക്ലേറ്റ് ആയാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൊക്കോ പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 30 to 40 ഗ്രാംസ് യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ചോക്ലേറ്റ് ഫ്ലേക്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഈ കുക്കിംഗ് ചോക്ലേറ്റ് തന്നെ ജസ്റ്റ് ചോപ്പ് ചെയ്തെടുത്താണ്. അപ്പോൾ നമുക്കിത് ഐസ്ക്രീമിൽ മിക്സ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ചെറിയ ബൈറ്റൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ എടുത്തേക്കുന്നത് ഒരു 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാനിവിടെ സ്വീറ്റൻഡ് കുക്കിംഗ് ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു 1/2 ടിൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യത്തിന് മധുരം ഉണ്ടാവും. നമ്മളിപ്പോൾ കൊക്കോ പൗഡർ അല്ലെങ്കിൽ അൺസ്വീറ്റൻഡ് കുക്കിംഗ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് ചിലപ്പോൾ നമുക്കൊരു 3/4 ടിന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ചൂടാക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു പാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഹീറ്റ് താങ്ങാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കണം. എന്നിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡിന് ഡബിൾ ബോയിലർ മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നേ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മൈക്രോവേവിൽ 30 seconds to 1 minute വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം കുക്കിംഗ് ചോക്ലേറ്റ് വന്നിട്ട് റൂം ടെമ്പറേച്ചറിലാണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും, ഒത്തിരിയും സമയം എടുക്കത്തില്ല. മെൽറ്റ് ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൽ എന്തെങ്കിലും ചെറിയ ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇതിനൊരു ചെറിയൊരു ചൂടുണ്ട്. നമ്മളിനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യും. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ബാലൻസ് ആയിക്കോളും. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് രണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുത്തത് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇത്രയും പ്രോസസ്സ് ചെയ്യുന്നത് വരെ വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എന്നിട്ടൊരു ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ലോ സ്പീഡിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് ഗ്രാജുവലി സ്പീഡ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ഒരു 5 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഹാൻഡ് മിക്സർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ അത് ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് ചിലപ്പോൾ ഒരു 30 to 40 മിനിറ്റ് വരെ എടുത്തേക്കാം. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് പീക്സ് ഫോം ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം കൊക്കോ പൗഡർ ആകുമ്പോഴത്തേക്കും മിക്കവാറും നമ്മൾ അൺസ്വീറ്റൻ കൊക്കോ പൗഡർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ചിലപ്പോൾ 1/2 ടിന്നിന് പകരം കൂടുതൽ ആവശ്യം വന്നേക്കാം. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ ലാസ്റ്റിലൊന്ന് എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഈ വക്കിലുള്ളതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഇത് മുഴുവൻ ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ ആഡ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുകയാണ്. അപ്പം അത് നമുക്ക് ലാസ്റ്റിൽ ടോപ്പിംഗ് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടെല്ലാം മിക്സ് ആയതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒരു ലോഫ് പാനിലോട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ടോ സ്റ്റോർ ചെയ്യാനായിട്ട് മാറ്റുക. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ടാപ്പും കൂടി ചെയ്ത് കൊടുക്കുക. ഞാൻ ബാക്കിയുള്ള ചോക്ലേറ്റ് ഫ്ലേക്സ് ഇതുപോലെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു അലുമിനിയം ഫോയിൽ വെച്ചോ അതല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചോ നന്നായിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കുക.
അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഇത് ഫ്രീസ് ചെയ്തതിന് ശേഷം ഇത് എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ ചിലപ്പോൾ ഒത്തിരി ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ മുകളിൽ. എന്നിട്ട് നമുക്കിത് അറ്റ്ലീസ്റ്റ് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസ് ചെയ്യണം. അപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് വേണമെങ്കിൽ ഇത് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിതിപ്പോൾ 8 മണിക്കൂർ ഫ്രീസ് ചെയ്തു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു 5-10 മിനിറ്റ്സ് പുറത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എന്നിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.